ഹായ് ഫ്രണ്ട്സ്, ഡൈവേഴ്സ് ഡാസിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹം നിറഞ്ഞ സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഇവിടുത്തെ സമയത്തിൻ്റെ കുറവ് കൊണ്ടും ഇവിടുത്തെ തിരക്ക് കൊണ്ടൊക്കെയാണ് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അവിടുത്തെ ഹോം ടൂറാണ്. ഇപ്പോൾ ഇവിടുത്തെ പുറമേയുള്ള കാഴ്ചകളും ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീടിൻ്റെ പുറമേയുള്ള കാഴ്ചകളൊക്കെ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് അകത്തേക്ക് പോവാം. ഇതാണിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ പുറമേയുള്ള ഏരിയ. ഇത് മെയിൻ റോഡ് തന്നെയാണ് കേട്ടോ, ബസ് പോകുന്ന വഴി തന്നെയാണ്. പിന്നെ ഉള്ളത് ഓപ്പോസിറ്റും രണ്ട് കമ്പനികളാണ്. ആ സൈഡിൽ കാണുന്നത് ഒരു കമ്പനിയാണ്, ഇതൊരു കമ്പനിയാണ്. പിന്നെ നേരെ ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ ഈ കാണുന്നത് ഒരു കമ്പനി തന്നെയാണ് കേട്ടോ. എന്തിൻ്റെ കമ്പനിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കമ്പനികളാണ്, രണ്ട് കുട്ടി കമ്പനികളാണ്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ നേരെ ബാക്ക് സൈഡിൽ റെസിഡൻഷ്യൽ ഏരിയ ആണ്, പക്കാ റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇത് വേറൊരു വീട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് വരുന്നത്. ഇതിൻ്റെ ബേസ്മെൻറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. മുകളിൽ താമസിക്കുന്ന ഹൗസ് ഓണർ തന്നെയാണ് അവരുടെ വണ്ടിയിൽ കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാർക്കിംഗ് സ്പേസ്. ഞങ്ങളുടെ ഫ്രണ്ടിൽ വരുന്ന ഒരു മുറ്റമൊക്കെ ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്തേക്ക് പോവാം. ഞങ്ങൾ വീടിൻ്റെ അകത്തേക്ക് കയറണത് ഈ കാണുന്ന ഡോറിൽ കൂടെയാണ്. ഗരാജ് വഴിയാണ് കേട്ടോ ഞങ്ങൾ കയറുന്നത്. നമ്മൾ ബേസ്മെൻറ്റിലാണെങ്കിൽ നമ്മൾക്ക് വീടിൻ്റെ അകത്തുകൂടിയല്ല വഴി, ഗരാജിൽ കൂടെയാണ്. അപ്പോൾ അത് ഒരു കണക്കിന് ഞങ്ങൾക്ക് വളരെ നല്ല കാര്യം. കാര്യം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഹൗസ് ഓണറിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യം വരില്ല. നമുക്ക് പുറത്തേക്കൂടെ തന്നെ കയറാം. അങ്ങനെ ഗരാജ് വഴി കയറുമ്പോഴത്തേക്കും ഇതാണ് ഗരാജ്. ഓക്കെ, ഈ ഡോറിൽ കൂടെയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുന്നത്. പിന്നെ ഉള്ളത് ഇത് വലിയൊരു ഗരാജാണ് കേട്ടോ. ഒത്തിരി സ്പേസ് ഉണ്ട്. നമുക്കിപ്പോൾ കാറിൻ്റെ ഇപ്പോൾ വിൻ്റർ ടയറൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ വെക്കാം. ഇത് ഞങ്ങളുടെ വിൻ്റർ ടയർ വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഹൗസ് ഓണറിൻ്റെ വിൻ്റർ ടയറാണ്. ഇവിടുത്തെ കുട്ടികൾ 4 കുട്ടികൾ ഇവിടെയുള്ള അവരുടെ സൈക്കിളൊക്കെയാണിത്. അവരുടെ സൈക്കിളും സാധനങ്ങളും പിന്നെ വാഷിംഗ് മെഷീൻ, ഡ്രയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ മെഷീൻസ്, ജിമ്മിലുള്ള മെഷീൻസൊക്കെ ഇവിടെയുള്ള കുട്ടികളുടെ തന്നെയാണ് ഈ വക സാധനങ്ങളൊക്കെ. ഇതൊന്നും ഞങ്ങളാരും ഉപയോഗിക്കാറില്ല കേട്ടോ, ഇവർ തന്നെ ഉപയോഗിക്കുന്നത്. നേരെ കാണുന്ന ഡോറാണ് ബാക്ക് യാർഡിലേക്കുള്ളത്. അപ്പോൾ ബാക്ക് യാർഡും കൂടെ കണ്ടിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. ബാക്ക് യാർഡ് ഇങ്ങനെയാണ്. ഇതും വളരെ വലിയൊരു സ്പേസ് തന്നെയാണ് കേട്ടോ ബാക്ക് യാർഡിലുള്ളത്. ഇവിടെ കുറച്ച് കൃഷി കാര്യങ്ങൾ ഇതും നമുക്ക് തന്നെ ഉപയോഗിക്കാം. കുറേ കൃഷി കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഹൗസ് ഓണർ തന്നെ നട്ടിരിക്കുന്നതാണ്. എന്തൊക്കെയോ ഒരു പ്ലാന്റ് ഇവിടെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലിങ്ങനെ ചാടി കളിക്കും. പിന്നെ അപ്പുറത്ത് ഊഞ്ഞാലയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേറെ മറ്റ് പുറം രാജ്യങ്ങളിൽ നിങ്ങൾ അധികം കണ്ടുവരാത്ത നമ്മുടെ നാട്ടിൽ മാത്രമുള്ളൊരു സാധനം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അഴ, തുണി ഉണക്കാൻ വേണ്ടി അഴ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഈ നാട്ടിൽ വന്നേ പിന്നെ ഈ വീട്ടിലും വേറൊരു വീട്ടിലുമാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. ഇവിടെ പൊതുവേ എല്ലാവരും ഡ്രസ്സ് ഡ്രയറിൽ തന്നെ ഇട്ട് ഉണക്കുക ചെയ്യാറ്. പക്ഷെ ഇവിടെ ഇവർ അഴ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാനും ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. കാര്യം നമ്മൾ ഡ്രയറിൽ എല്ലാ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ നൂലൊക്കെ പൊങ്ങി വേഗം അത് ചീത്തയാവുന്നുണ്ട്. അപ്പോഴത്തേനും ഞങ്ങളും ഇടയ്ക്കിടയ്ക്ക് മഴക്കാറില്ലാത്ത സമയം നോക്കിയിട്ട് അഴയൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ ചെറിയൊരു മഴക്കാറുണ്ട് ഈ സമയത്ത്, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ മഴ പെയ്യാറുണ്ട്. അങ്ങനെ നല്ല നീറ്റായിട്ടുള്ളൊരു ബാക്ക് യാർഡാണ് കേട്ടോ. ഇത്രയും നല്ലൊരു സ്പേസ് ഉണ്ട് ഇവിടെ. ഇതാണ് സൈഡിലൊക്കെ കാണുന്ന വീടുകൾ. ഓക്കെ, ഇതാണ് ഈ വീടിൻ്റെ ബാക്ക് സൈഡ്. ഈ ഡോറൊക്കെ ഹൗസ് ഓണർ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ നേരെ ബേസ്മെൻറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി താഴെ റൂമിലേക്ക് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ ഡോറ് തുറന്ന് നേരെ താഴോട്ട് പോകുമ്പോഴാണ് ഞങ്ങളുടെ ബേസ്മെൻറ്റ് വരുന്നത്. ഓക്കെ, ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് കേട്ടോ. ഈ സൈഡിൽ കാണുന്ന ഡോറാണ് ഞങ്ങളുടെ. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. സോ ഗായ്സ്, നമ്മളപ്പോൾ ഈ ഡോറ് തുറന്ന് ഇതിലൂടെ ഞങ്ങളുടെ വീടിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഞങ്ങളുടെ വീട്ടിലേക്ക് കയറാം. സോ എല്ലാവരെയും ഞങ്ങളുടെ കുഞ്ഞു വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഡോറ് തുറന്ന് നേരെ കാണുന്നതാണ് കിച്ചൺ. അതിന് മുന്നേ തന്നെ സൈഡിലൊരു ഡോറുണ്ട്, അത് വാഷ്റൂമിൻ്റെ ആണ്. നമുക്ക് ആദ്യമേ വാഷ്റൂം ഒന്ന് കാണാം. ഇതാണ് ഞങ്ങളുടെ വാഷ്റൂം. ചെറിയൊരു വാഷ്റൂമാണ്, പക്ഷേ 2 പേർക്ക് ഇത് കറക്റ്റാണ്. ഞങ്ങൾ 2 പേരാണല്ലോ ഇവിടെ ഉള്ളൂ.
അപ്പോൾ ഇവിടെ ഓക്കെയാണ്. അപ്പോൾ ഇതാണ് വാഷ്റൂം. ഇനി നമുക്ക് നേരെ പോയി കഴിയുമ്പോഴാണ് കിച്ചൺ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് പ്രൈവറ്റായിട്ടൊരു കിച്ചൺ, വാഷ്റൂം, ഒരു ബെഡ്റൂം, അങ്ങനെ നമ്മളിത്തവണ എടുത്തിരിക്കുന്നത്. കാര്യം കപ്പിളൊക്കെ ആയിട്ട് താമസിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് പ്രൈവറ്റ് കിച്ചണാണ് നല്ലത്. ഷെയർഡ് കിച്ചണാകുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരുടെയും കൂടെ താമസിക്കുന്നവരുടെയൊക്കെ സൗകര്യം നോക്കണം. അപ്പോൾ ആകെ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണെങ്കിലും കുക്കിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പ്രൈവറ്റ് കിച്ചൺ എടുക്കാനായിട്ടുള്ളൊരു റീസൺ. അപ്പോൾ ഇത് ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ച ചട്ടിക്കലാണ് കേട്ടോ. $20 മേടിച്ച ചട്ടിക്കലാണത്. ഇവിടുത്തെ ഒരു മലയാളി സ്റ്റോറിയിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. കാര്യം ഈ മീൻകറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ചട്ടിക്കലത്തിൽ വെക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ചട്ടിക്കലത്തിൽ കറി കഴിക്കാൻ കൊതിയായിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ കബോർഡുകളൊക്കെ വരുന്നുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനും എല്ലാത്തിനുമായിട്ട്. പിന്നെ മൈക്രോവേവ് അവൻ വരുന്നുണ്ട്. ഇതിങ്ങനെ കട്ട്ലറി മൊത്തത്തിൽ സ്പേസ് ഇച്ചിരി കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ച് ഞാനിങ്ങനെ യൂസ്ഫുൾ ആക്കാൻ തീരുമാനിച്ചു, സ്പേസ് ഒട്ടും കളയാണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട്ലറി സാധനങ്ങളൊക്കെ അവിടെ വെച്ചു. പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങൾ സംഭവങ്ങളെല്ലാം ഇതിൻ്റെ താഴെയുള്ള സ്റ്റാൻഡിലാണ് വെക്കുന്നത്. പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് ബാക്കി ബ്ലെൻഡറൊക്കെ ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിൽ അങ്ങോട്ട് കയറ്റി വെച്ചു. അത്രയും വലിയ ബോക്സൊക്കെ വെക്കണമല്ലോ. അങ്ങനെ ഫ്രിഡ്ജൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഡോറുണ്ട്. ഇത് ശരിക്കും എന്തിൻ്റെ റൂമാണ്? ഈ ഹീറ്ററിൻ്റെയും AC-യുടെയൊക്കെ ഹീറ്റിംഗ് ആൻഡ് കൂളിങ്ങിൻ്റെ മെഷീൻസ് വരുന്ന ഒരു റൂമാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു സ്റ്റോർ റൂമാക്കി മാറ്റി. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഏരിയ ഒരുപാടൊന്നും അകത്തേക്ക് വെക്കാതെ ഇപ്പോൾ ഈ ബാക്കി വരുന്ന കണ്ടെയ്നർ ബോക്സ് അല്ലെങ്കിൽ ഈ സ്നാക്സിൻ്റെ ഈ ബോക്സോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ വെച്ചു. അപ്പോൾ ഇതവിടെ കൂടെ ഒതുങ്ങിയിരുന്നോളൂല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിവിടെ വെച്ചു. ഇതിൽ ഒരു ലൈറ്റ് ഉണ്ട്. ഓക്കെ, വെളിച്ചത്തിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ സ്പേസ് അങ്ങനെ യൂസ്ഫുള്ളാക്കി. അപ്പോൾ കിച്ചണിൽ വെച്ച് വെറുതെ അവിടെ ഇങ്ങനെ ഒരു തിരക്കാവുണ്ടല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ പോകുമ്പോൾ ഇവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട്. കിച്ചണിൽ തന്നെ ഒരു ചെയർ ഇട്ടു. അത് കഴിഞ്ഞ് ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ഡോറ് വരുന്നത്. അപ്പോൾ റൂമിലേക്ക് കടക്കുമ്പോൾ നേരെ തന്നെ ക്ലോക്ക് വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഡോറങ്ങ് തുറന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിലും ടൈം നമുക്ക് കൃത്യമായിട്ട് നേരെ അങ്ങ് നോക്കിയാൽ മതി, കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. പിന്നെ TV ഇവിടെ വെച്ചു. അതിൻ്റെ മുകളിൽ തന്നെ ഈശോൻ്റെ മാതാവിൻ്റെ രൂപം വെച്ചു. പിന്നെ ഇതാണ് ഞങ്ങളുടെ TV സ്റ്റാൻഡ്. ഇത് TV സ്റ്റാൻഡ് കം ഷോക്കേസായി മാറിയിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ ഇത് കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് ഷോക്കേസ് പോലെ നമുക്കിടെ സാധനങ്ങളൊക്കെ വെക്കാനും അത് കാണാൻ പറ്റുന്ന ഫോട്ടോസൊക്കെ വെക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മൾ ഇതെടുക്കാൻ കാര്യം. പിന്നെ ഈ സ്റ്റാൻഡിന് അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട്. ഇപ്പം ഞങ്ങൾ ദൂരെ നിന്ന് ഇങ്ങനെ TV കാണുമ്പോഴത്തേക്കും നമ്മൾ കിടന്നൊക്കെ കാണുമ്പോഴത്തേക്കും നല്ല ഹൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് നല്ല കറക്റ്റ് വ്യൂ ആണ് ഇവിടെ നിന്ന്. അതാണ് അപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ ഗുണം വന്നത്. പിന്നെ ഈ കാറൊക്കെ മേടിച്ച് വെച്ചേക്കുന്നത് ഹസ്ബൻഡിൻ്റെ പരിപാടിയാണ് കേട്ടോ. ആൾക്കിങ്ങനെ കുട്ടി കുട്ടി കാറുകളൊക്കെ ഇഷ്ടമായതുകൊണ്ട് ആളുടെ പരിപാടിയാണത്. പിന്നെ ഈ സ്റ്റാൻഡിൻ്റെ നടുക്ക് ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു തിരുക്കുടുംബത്തിൻ്റെ രൂപവും പിന്നെ എൻ്റെ ഒരു കുഞ്ഞു ബൈബിൾ ഉണ്ടായിരുന്നു, അത് രണ്ട് ഞാൻ സെൻറ്ററിൽ വെച്ചു. അപ്പോൾ ഈ ലൈറ്റ് അതിലേക്ക് അടിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. പിന്നെ ഇപ്പുറത്തും കാറുകൾ വെച്ചിട്ടുണ്ട്. ഇനി താഴെ സ്പേസ് ഉണ്ട് കേട്ടോ. അതിൽ ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ ഫോട്ടോസ് എന്തെങ്കിലുമൊക്കെ വെക്കണം. സമയം കിട്ടിയിട്ടില്ല, മൂവ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു മാമുദീസ കൊട്ട പോലത്തെ കൊട്ട എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ വലിയ ബൈബിളൊക്കെ വെച്ചത്. പ്രാർത്ഥനയ്ക്കൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിൽ വെച്ചു. പിന്നെ ഈ അലമാരിയിലാണ് ഞങ്ങളുടെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ടുള്ള അലമാരി. പിന്നെ അയൺ ബോക്സ് ഇതിൻ്റെ സൈഡിൽ തന്നെ വെച്ചു. അപ്പോൾ നമുക്ക് അയൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ പ്ലഗിൻ്റെ അതുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ലാപ്പ് അങ്ങനെ തന്നെ വെച്ചു. പിന്നെ ഇവിടെ ഒരു ബെഡ് സൈഡ് ടേബിൾ വരുന്നുണ്ട്. പിന്നെ നേരെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ചെയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെയറിലിരുന്ന് നമുക്ക് സുഖമായിട്ട് TV കാണാം. കിടന്ന് കാണണമെങ്കിൽ കിടന്ന് കാണാം. പിന്നെ നേരെ കാണുന്ന ആ ഡോറ് അതാണ് അത് ക്ലോസറ്റാണ്. വാക്കിംഗ് ക്ലോസറ്റ് അല്ല, ജസ്റ്റ് ക്ലോസറ്റാണ്. അപ്പോൾ നമുക്ക് ഡ്രസ്സെല്ലാം അവിടെ വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു വിൻഡോയും വരുന്നുണ്ട്.
അപ്പോൾ നമുക്ക് സാധാരണ ബേസ്മെൻറ്റിൽ ഇങ്ങനെ വിൻഡോ വരുന്ന ബേസ്മെൻറ്റും ഉണ്ട്, വരാത്തതും ഉണ്ട്. ഞങ്ങൾ ഇതിനു മുന്നേ താമസിച്ചെടുത്ത് ഇത്രയും വലിയ വിൻഡോ ആർന്നില്ല. അപ്പോൾ തീരെ വെളിച്ചം കയറൂലായിരുന്നു. ലൈറ്റ് ഇട്ടാൽ മാത്രമേ വെളിച്ചം ഉണ്ടാവുള്ളൂ. ഇതെന്ന് വെച്ചാൽ നല്ല വെളിച്ചം വരുന്നുണ്ട്. ആ ബാക്ക് യാർഡ് ആദ്യം കാണിച്ചില്ലേ, അവിടെ നിന്നുള്ള വെളിച്ചം നന്നായിട്ട് അടിക്കും രാവിലെ ആകുമ്പോഴത്തേക്കും. നമുക്കിത് തുറന്നിടാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബേസ്മെൻറ്റിലാണ് താമസിക്കുന്നതെന്നുള്ളൊരു ഫീല് കിട്ടില്ല, ഇങ്ങനെ നല്ലൊരു വെളിച്ചം വരുന്നത് കൊണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ ഒരു കലണ്ടറും ഞാനങ്ങ് സെറ്റ് ചെയ്തു. പിന്നെ മിററും ഞങ്ങളിവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുട്ടി വീട്. 2 പേർക്ക് ഇത് കറക്റ്റാണ്. 2 പേർക്ക് നല്ല സുഖമായിട്ട് താമസിക്കാം. ഇത്രയേ ഉള്ളൂ. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കുട്ടി വ്ളോഗ്, ഞങ്ങളുടെ ഇന്നത്തെ ഹോം ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരേക്കും ബൈ.